ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വണ്ടി ഒന്ന് ഗട്ടറി ചാടിയതാണ് കേട്ടോ അത്ര വലിയ കുലുക്കം വന്നത്. അപ്പോൾ നമ്മളിന്ന് രാവിലെ തന്നെ കെട്ടിയിറങ്ങി പോകുന്നത് വേങ്ങൂർക്കാണ്. ചാച്ചനൊക്കെ വീട് മാറാണ്, അപ്പോൾ അവിടെ വരെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ വേങ്ങൂരെത്തി. ഇതാ ഇവിടെ ഈ വൈറ്റ് പെയിൻ്റ് അടിച്ച് കാണുന്ന വീടാണ് കേട്ടോ ചാച്ചൻ്റെ വീട്. ഞങ്ങളവിടെ ചെന്നപ്പോഴത്തേനും ചാച്ചന്മാരും അമ്മായിമാരും ചേട്ടായിമാരും ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വീടിൻ്റെ അകത്ത് കയറിയിട്ട് ചേട്ടായിനെ പിടിച്ച് നിർത്തി കൂടെ നിർത്തിയിട്ടൊരു വീഡിയോ എടുത്തു. അപ്പോൾ വീട് നമുക്ക് കാണണ്ടേ. സാധനങ്ങളെല്ലാം തലേദിവസം കൊണ്ടേ ഇറക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ, തലേദിവസം രാത്രിയിൽ. അത് കാരണം കൊണ്ട് തന്നെ ഒന്നും ഒതുക്കിയിട്ടില്ല, എല്ലാം നിരന്ന് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് വീടിൻ്റെ ഹാള്. എല്ലാവരും ഇങ്ങനെ ഹോളിൽ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുവാണ്. കുറച്ച് പേര് അടുക്കളയിൽ നല്ല പണിയിലാണ്. അപ്പോൾ കെട്ടിയോൻ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ കെട്ടിയോനെ ഞാൻ അങ്ങോട്ട് തള്ളി വിടാൻ കേട്ടോ, എനിക്ക് കടന്നു പോകാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞു പിന്നെ ഇത് ബാത്റൂമാണ്. ഇത് വേറൊരു റൂമാണ്, ഒരു റൂമാണ് കേട്ടോ. ഇത് എല്ലായിടത്തും നിരന്ന് കിടക്കുകയാണ്. സമയമൊന്നും കിട്ടിയില്ല, അത് കാരണം കൊണ്ടാണ് കേട്ടോ. പിന്നെ അടുത്ത റൂമാണിത്. കുറച്ച് പേരൊക്കെ അവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. രാവിലെ തന്നെ നമ്മൾ ചെന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഉപ്പുമാവും പഴമൊക്കെ നല്ല തട്ട് കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് അടുക്കളയാണ്. അടുക്കളയിൽ ഉച്ചത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് കുറച്ചിട്ട് അവിടെയൊക്കെ തിരിഞ്ഞ് നടന്നിട്ട് നമ്മൾ നല്ല ചൂടായത് കാരണം കൊണ്ട് പുറത്തേക്കൊന്ന് ഇറങ്ങി. താഴെ ഒരു കനാലുണ്ട്, ആ കനാലിൽ വന്നൊന്ന് കാലൊക്കെ നനച്ചിട്ട് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിള്ളേരെല്ലാവരും ഡ്രസ്സൊക്കെ മാറി കുളിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കുറേ നേരം അവർ വെള്ളത്തിലൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെറുക്കനാണെങ്കിൽ ആ വെള്ളത്തിൽ നിന്ന് കയറി പോരാനേ ഇഷ്ടമുണ്ടായിരുന്നില്ല. ആൾക്ക് അവിടെ തന്നെ കിടന്നാൽ മതിയെന്നായിരുന്നു. അങ്ങനെ ബലം പിടിച്ചാണ് പിള്ളേരെയൊക്കെ കയറ്റി വിട്ടത്. അത് കഴിഞ്ഞ് തിരിച്ച് ചാച്ചൻ്റെ വീട്ടിൽ വന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ച് പെരുമ്പാവൂർക്ക് പോന്നു. അപ്പോൾ പൊന്നൂസിന് വെക്കേഷൻ ബൈബിൾ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആളെ 4 മണിയായപ്പോഴത്തേനും കൊണ്ടുപോയി പള്ളിയിലൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് തിരിച്ച് വന്നപ്പോഴത്തേനും നല്ല മഴക്കാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വഴിയിലൊരു വാഗമരം പൂത്തുക്കുന്നതാണ് കാണുന്നത്. തിരിച്ച് ഞാൻ എൻ്റെ വീട്ടിലേക്കാണ് വന്നത്. അവിടെ വന്നപ്പോഴത്തേനും നല്ല മഴ പെയ്തു, നല്ല മഴയായിരുന്നു. മഴയൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തിരിച്ച് അല്ലപ്രയ്ക്ക് പോന്നു കേട്ടോ. അല്ലപ്ര വന്നു കഴിഞ്ഞപ്പോഴത്തേനും നല്ല വിശപ്പ്, നല്ല തലവേദന ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു മുട്ട പുഴുങ്ങിയത് എടുത്തിട്ട് അതിലേക്ക് ഞാൻ മധുരക്കിഴങ്ങിന് വേണ്ടിയിട്ട് ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ ചമ്മന്തി ഫില്ല് ചെയ്തിട്ട് കഴിക്കുന്നതാണ് കേട്ടോ. എന്തായാലും അത് കഴിച്ചപ്പോൾ ഒരു ആശ്വാസം തോന്നി വിശപ്പിന്. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഡ്രസ്സ് പോലും മാറാണ്ടാണ് കേട്ടോ ഞാൻ കഴിക്കുന്നത്, അത്രയ്ക്ക് വിശപ്പുണ്ടായിരുന്നു എനിക്ക്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ മാറി മധുരക്കിഴങ്ങ് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഡ്രസ്സൊക്കെ മാറി വന്നപ്പോഴത്തേനും മധുരക്കിഴങ്ങൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു. അതും ആ ചമ്മന്തിയും കട്ടൻ ചായയും കൂടി കൂട്ടി കഴിച്ചപ്പോൾ തന്നെ നല്ലൊരു ആശ്വാസം കിട്ടി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.